ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ ഇമ്പോർട്ടൻ്റ് MCQ ക്വസ്റ്റ്യൻ പ്രോബ്ലം ഡിസ്കഷൻ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ 20 ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തു. ഇത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗുഡ്സ് റിട്ടേൺ ബൈ മഹേഷ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഓപ്ഷൻ എ ഗുഡ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ബി മഹേഷ് അക്കൗണ്ട്, ഓപ്ഷൻ സി റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ എന്താണ് മഹേഷ് അക്കൗണ്ട് റിട്ടേൺ ചെയ്യുവാണ് മഹേഷിന് ഗുഡ്സ്. അപ്പോൾ എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? മഹേഷ് അക്കൗണ്ടിനെയാണ് നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ സി. 22 വേജ് പെയ്ഡ് ടു റഹീം ഷുഡ് ബി ഡെബിറ്റഡ് ടു. റഹീമിന് വേജ് പേ ചെയ്തു. അപ്പോൾ എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ റഹീം അക്കൗണ്ട്, ഓപ്ഷൻ ബി വേജ് അക്കൗണ്ട്, ഓപ്ഷൻ സി റിപ്പേഴ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ എന്താ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്? വേജ് പെയ്ഡ് ടു റഹീം വരുമ്പോൾ വേജ് അക്കൗണ്ട് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വേജ് അക്കൗണ്ട്. 23 ലോൺ ടേക്കൺ ഫ്രം വികാസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. അപ്പം വികാസിൽ നിന്നും ലോൺ നമുക്ക് കിട്ടി. അപ്പോൾ എന്താ നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ വികാസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ സി ലോൺ ഫ്രം വികാസ് അക്കൗണ്ട്, ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട ഏതാണ്? ലോൺസ് ടേക്കൺ ഫ്രം വികാസ് ആകുമ്പോൾ ലോൺ ഫ്രം വികാസ് അക്കൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓപ്ഷൻ സി ആണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 24 ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ക്രെഡിറ്റർ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. അപ്പോൾ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ക്രെഡിറ്റർക്ക് കൊടുത്തു. അപ്പോൾ നമ്മളവിടെ എന്താ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്, ഓപ്ഷൻ സി അലവൻസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഡെറ്റേഴ്സ് റിസീവ്ഡ് അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 25 ദ എമൗണ്ട് ഓഫ് ബാഡ് ഡെറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു. ബാഡ് ഡെറ്റ് വന്നു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ബാഡ് ഡെറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ബാഡ് ഡെറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി ഡിസ്കൗണ്ട് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്ക് ബാഡ് ഡെറ്റ് അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ബാഡ് ഡെറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു എമൗണ്ട് ബാഡ് ഡെറ്റ് അക്കൗണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 26 ₹500 റിസീവ്ഡ് ഫ്രം ഗോപാൽ ഹൂസ് അക്കൗണ്ട് വാസ് പ്രീവിയസ്ലി റിട്ടേൺ ആസ് എ ബാഡ് ഡെറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. അപ്പം നമുക്കറിയാം ഗോപാൽ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് 500 രൂപ കിട്ടി. പക്ഷേ അത് ഓൾറെഡി ബാഡ് ഡെറ്റ് ആയിട്ട് റിട്ടേൺ ഓഫ് ചെയ്ത അക്കൗണ്ട് ആയിരുന്നു. അപ്പം നമുക്ക് അവിടെ എന്താണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗോപാൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി ബാഡ് ഡെറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി ബാഡ് ഡെറ്റ് റിക്കവേർഡ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം നമുക്ക് മനസ്സിലായി എന്തോ നമുക്ക് 500 രൂപ റിക്കവറായി കിട്ടിയതാണ്. ഓൾറെഡി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എഴുതി കളഞ്ഞതിൽ നിന്നും 500 രൂപ നമുക്ക് കിട്ടി. സോ നമുക്കവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് റിക്കവേർഡ് ചെയ്ത് കിട്ടിയതായതുകൊണ്ട് ബാഡ് ഡെറ്റ് റിക്കവേർഡ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ ജേണലിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ അല്ലാത്തത്? ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി. അതൊരു ഫസ്റ്റ് എൻട്രി ഓഫ് ബുക്കാണ്. അപ്പോൾ അത് ട്രൂ ആണ്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ക്രോണോളജിക്കൽ ഓർഡറിലാണല്ലോ നമ്മൾ എഴുതുന്നത് ജേണൽ. സോ അത് ട്രൂ ആണ്. സി ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് അനലറ്റിക്കൽ ഓർഡറിലല്ല എഴുതുന്നത്, ക്രോണോളജിക്കൽ ഓർഡറിലാണ്. സോ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി ഇറ്റ് ഷുഡ്ബി ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ആസ് ലീഗൽ എവിഡൻസ്. അപ്പോൾ ലീഗൽ എവിഡൻസിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് ജേണലിന്. സോ ആൻസർ വരുന്നത് സി ആണ്. അനലറ്റിക്കൽ ഓർഡറിലല്ല നമ്മൾ ജേണൽ എഴുതുന്നത്. നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ. ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ എക്സാമ്പിൾ ഫോർ. ഓപ്ഷൻ എ ഷോർട്ട് ടേം ലയബിലിറ്റി, ബി കറണ്ട് ലയബിലിറ്റി, സി ഫ്ലോട്ടിംഗ് അസറ്റ്, ബി ബോത്ത് എ ആൻഡ് ബി. നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സും ബിൽസ് പേയബിളും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും ഒക്കെ ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. കൂടാതെ എന്താണ്? ഒരു ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്. സോ ആൻസർ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബി ഇൻഫർമേഷൻ സിസ്റ്റം, ആക്ട് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. സി പോസ്റ്റ്മോർട്ടം സർവേ, അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ ആണോ? അല്ല, അതൊരു അഡ്വാൻറ്റേജ് അല്ല. ഡി എന്താണ്? സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഡേറ്റ ഈസ് പോസിബിൾ. അതെ, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആണ്, ഡേറ്റ ഈസ് പോസിബിൾ ആണ്. സോ ഇതിനകത്ത് ആൻസർ വരുന്നത് നോട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം സർവേ. അക്കൗണ്ടിങ് ഈസ് നോട്ട് എ അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ എന്നാണ് പറയുന്നത്. അതൊരു അഡ്വാൻറ്റേജ് അല്ല. സോ ആൻസർ സി. നെക്സ്റ്റ് 30
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ്. താഴെ പറയുന്നതിൽ ഏതാണ് അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ് എന്ന്? ഓപ്ഷൻ എ, ഇറ്റ് ഓൺലി റെക്കോർഡ് ട്രാൻസാക്ഷൻ ഇൻ മോണിറ്ററി ടേംസ്. മോണിറ്ററി ടേംസ് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. പിന്നെന്താണ്, അതൊരു അഡ്വാൻറ്റേജ് അല്ല. സോ എഫക്റ്റ് ഓഫ് പ്രൈസ് ലെവൽ ഈസ് നോട്ട് കൺസിഡേർഡ്. പ്രൈസ് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അപ്പം അതൊരു അഡ്വാൻറ്റേജ് അല്ല. പ്രൊവൈഡ് ക്വാളിറ്റി ഇൻഫർമേഷൻ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പ്രൊവൈഡ് ക്വാളിറ്റി ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി എക്സാക്റ്റ്. അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള അബ്സല്യൂട്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോട്ട് അവിടെ വേണ്ടായിരുന്നു. ഇവിടെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, പ്രൊവൈഡ് ക്വാളിറ്റി ഇൻഫർമേഷൻ. ആൻസർ സി. നെക്സ്റ്റ് 31ാമത്തേത്, വൗച്ചർ വിച്ച് റെക്കോർഡ്സ് എ ട്രാൻസാക്ഷൻ ദാറ്റ് entails multiple debit credit and one debit credit is called. Option A, കോമ്പൗണ്ട് വൗച്ചർ, ബി കോംപ്ലക്സ് വൗച്ചർ, സി ജേണൽ വൗച്ചർ, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു മൾട്ടിപ്പിൾ ഡെബിറ്റ് ക്രെഡിറ്റ്, വൺ ഡെബിറ്റോ ക്രെഡിറ്റ് വരുന്നത് എന്താണ്, ഒരു കോമ്പൗണ്ട് വൗച്ചറാണ്. ആൻസർ എ എന്താണ്, കോമ്പൗണ്ട് വൗച്ചർ. 32, ഇഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ബോത്ത് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ, കോൺട്രാ ഐറ്റംസ്, ബി ഇംപ്ലിസിറ്റ് സിസ്റ്റം, സി അക്രൂവൽ സിസ്റ്റം, ഡി മർക്കൻറ്റൈൽ സിസ്റ്റം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു കോൺട്രാ ഐറ്റംസ് ആണ്. കാരണം മൾട്ടിപ്പിൾ എന്ത് വരുന്നുണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ബോത്ത് സൈഡ്സിൽ വരുമ്പോൾ അതെന്താ, ഒരു കോൺട്രാ എൻട്രി ആയിട്ടാണ് വരുന്നത്. സോ കോൺട്രാ ഐറ്റംസ്. ഓപ്ഷൻ എ കോൺട്രാ ഐറ്റം ആണ് വരുന്നത്. നെക്സ്റ്റ് 32, അണ്ടർ ഇംപേഴ്സൻ്റ് സിസ്റ്റം which amount is advises to the party petty cashier at the beginning of the period of a chief cash. അപ്പോൾ നമുക്കൊരു പെറ്റി ക്യാഷ്യർ ഉണ്ടാവും. അപ്പോൾ പെറ്റി ക്യാഷ്യർക്ക് ചീഫ് ക്യാഷ്യർ നമുക്ക് ഒരു എമൗണ്ട് ആദ്യമേ കൊടുക്കും. ആ എമൗണ്ടിന് പറയുന്ന പേരെന്താണ്, ഫിക്സഡ് അക്കൗണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട്, അക്രൂവൽ അക്കൗണ്ട്, ഡി എന്താണ്, മർച്ചൻറ്റൈൽ അക്കൗണ്ട്. അപ്പോൾ ഏത് അക്കൗണ്ട്, ഫിക്സഡ് അക്കൗണ്ട് ആണ്. ഫിക്സഡ് എമൗണ്ട് അല്ലേ നമ്മൾ ആദ്യം പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കുന്നത്. ആ ചീഫ് ക്യാഷ്യർ ഒരു ഫിക്സഡ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ, ഫിക്സഡ് എമൗണ്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്നാണ് പെറ്റി ക്യാഷ്യർ ബാക്കിയുള്ള കാര്യങ്ങൾ, ആ ഒരു മന്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എമൗണ്ട് ചിലവാക്കുന്നത്. നെക്സ്റ്റ് 34, ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കീപ്പിംഗ് പെറ്റി ക്യാഷ് ഈസ് നോൺ ആസ്. അപ്പോൾ എന്താണ് ഇംപാർഷ്യൻ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ഇംപാർഷ്യൻ്റ് സിസ്റ്റം. നമ്മളൊരു പെറ്റി ക്യാഷ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ ഇംപ്രസൻ്റ് സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംപ്രസൻ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 35, സ്പെഷ്യൽ ജേണൽ മെയിൻറ്റൈൻഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മർക്കൻഡൈസ് നോൺ ആസ്. ഓപ്ഷൻ എ പെറ്റി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി സെയിൽസ് ഡേ ബുക്ക്, സി പർച്ചേസ് ജേണൽ, ഓപ്ഷൻ ഡി പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ഒരു പർച്ചേസ് ജേണലാണ് റെക്കോർഡിങ്, മർക്കൻഡൈസിൻ്റെ സ്പെഷ്യൽ ജേണൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓൾ ക്രെഡിറ്റ് പർച്ചേസസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന ഏതിലാണ്, പർച്ചേസ് ജേണലിലാണ്. ഓപ്ഷൻ സി പർച്ചേസ് ജേണൽ. 36, ദ സ്പെഷ്യൽ ജേണൽ കെപ്റ്റ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് സെയിൽസ് ഫോർ ഗുഡ്സ്. ഓപ്ഷൻ എ പർച്ചേസ് ജേണൽ, ഓപ്ഷൻ ബി പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, സി സെയിൽസ് ജേണൽ, പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ സെയിൽസിൻ്റെ റിട്ടേൺസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ സി സെയിൽസ് ജേണലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ സെയിൽസ് ജേണൽ ഈസ് പീരിയോഡിക്കൽ പോസ്റ്റ് ഓഫ് ഓൾ ക്രെഡിറ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് ആസ് ഡാഷ്. അപ്പോൾ എന്താണ്, ഒരു സൺട്രീസ് ആണ്, അതൊരു സൺട്രീസ് ആയിട്ടാണ് കാണുന്നത്. ടോട്ടൽ സെയിൽസ് ജേണലീസ് പീരിയോഡിക്കലി പോസ്റ്റഡ് ആസ് ബൈ സൺട്രീസ് ആയിട്ട്, സൺട്രി ബുക്സുകളാണ്, സൺട്രി ബുക്സുകളായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. നെക്സ്റ്റ് 38, ദ ടോട്ടൽ ഓഫ് പർച്ചേസ് ജേണൽ ഈസ് പീരിയോഡിക്കലി പോസ്റ്റഡ് ടു ഡെബിറ്റ് ഓഫ് ദി പർച്ചേസ് അക്കൗണ്ട് ഈസ് 2. അവിടെ നമ്മൾ എന്താണ്, 2 സൺട്രീസ് ആയിട്ടാണ് കാണുന്നത്. 2 ബൈ ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഒരു ജേണൽ എൻട്രി എഴുതുമ്പോൾ നമ്മൾ ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു, അപ്പോൾ ഈ 2 ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ 2 സെയിൽസ് വന്നു. അപ്പോൾ ഈ മുകളിൽ ക്യാഷിനെ നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ബൈ ക്യാഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് 39, ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ ബൈ
റിട്ടേൺ ഡേ ബുക്ക് ഈസ് ഡാഷ്. അപ്പം ഒരു പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റായിട്ട് നമ്മൾ കാണുന്ന ഏതാണ്? ഡെബിറ്റ് നോട്ടാണ്. അപ്പം പർച്ചേസ് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേണിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് നോട്ടാണ്. നെക്സ്റ്റ് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ടു ദ പർച്ചേസർ ഓഫ് ഗുഡ്സ് ടു ദ സപ്ലയർ ഇൻഫോമിംഗ് ഹിം ദാറ്റ് ഹിസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് റിട്ടേൺ, ഡാമേജ്ഡ് ക്ലെയിം എക്സെട്ര. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്നത് എന്താണ്? ഒരു നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പം നമ്മൾ എന്ത് എഴുതുന്നുണ്ട്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നുണ്ട്. പർച്ചേസ് തിരിച്ചയക്കുന്ന സമയത്ത് ഒരു നോട്ടും കൂടെ വെച്ചാണ് അയക്കുന്നത്. ആ നോട്ടിന് പറയുന്ന പേരെന്താണ്? ഡെബിറ്റ് നോട്ട് എന്നാണ്. ആൻസർ ഡെബിറ്റ് നോട്ട്. 41. എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ സപ്ലയർ ടു ദ പർച്ചേസർ ഇൻഫോമിംഗ് that his account is credited with the amount mentioned. നമ്മളൊരു സപ്ലയർക്ക് നമ്മൾ ഗുഡ്സ് തിരിച്ചയക്കുമ്പോൾ നമ്മൾ വയ്ക്കുന്ന ഒരു നോട്ടിന് പറയുന്ന പേരെന്താണ്? ക്രെഡിറ്റ് നോട്ട് എന്നാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പം ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ടു ദ സപ്ലയർ ടു പർച്ചേസർ ബൈ സപ്ലയർ ടു പർച്ചേസർ. സപ്ലയർ ആർക്ക് കൊടുക്കുന്നതാണ്? പർച്ചേസിന് കൊടുക്കുമ്പം ക്രെഡിറ്റ് നോട്ടും, പർച്ചേസർ എന്താണ് നമ്മൾ തിരിച്ചയക്കുമ്പോൾ പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ പർച്ചേസർ. അപ്പോൾ അവിടെ എന്താ? ഡെബിറ്റ് നോട്ടും. തിരിഞ്ഞു പോകരുത്, അത് കറക്റ്റായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് പർച്ചേസ് നോട്ടും ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും തമ്മിൽ. പർച്ചേസർ സപ്ലയർക്ക് അയക്കുമ്പം ഡെബിറ്റ് നോട്ടും, സപ്ലയർ പർച്ചേസർ അയക്കുമ്പം ക്രെഡിറ്റ് നോട്ടും. എങ്ങനെയാണ്? പർച്ചേസർ സപ്ലയർക്ക് അയക്കുമ്പം ഡെബിറ്റ് നോട്ടും, സപ്ലയർ പർച്ചേസർക്ക് അയക്കുമ്പം ക്രെഡിറ്റ് നോട്ടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ നോക്കിയത്. താങ്ക് യു.